ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കോൺസെപ്റ്റ്സ് ഡിസ്കസ് ചെയ്യുകയാണ്. പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിങ് CA ഫൗണ്ടേഷനിൽ CMA ഇൻ്ററിലൊക്കെ ഉള്ള ഒരു ചാപ്റ്ററാണ്. ഒരുപാട് മാർക്സിന് ക്വസ്റ്റ്യൻസ് എക്സാമിന് വരുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ആണ് വരാറ്. പക്ഷെ നമുക്ക് പ്രോബ്ലം ചെയ്യണമെന്നുണ്ടെങ്കിൽ പാർട്ട്ണർഷിപ്പിൽ കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് എന്തായാലും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് വീഡിയോസിൽ നമ്മൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ട്ണർഷിപ്പിനെ പറ്റിയാണ്. പാർട്ട്ണർഷിപ്പ് ആക്ട് നമ്മൾ ലോ എന്ന് പറയുന്ന പേപ്പറിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് പാർട്ട്ണർഷിപ്പ് എന്നാണ്. പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫോം ഓഫ് ബിസിനസ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫോം ഓഫ് ബിസിനസ്. ലൈക്ക് ദർ ആർ വേരിയസ് ഫോംസ് ഓഫ് ബിസിനസ് ലൈക്ക് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, കമ്പനി, അതേപോലെയുള്ള ഒരു ഫോം ഓഫ് ബിസിനസ്സാണ് ഇത് പാർട്ട്ണർഷിപ്പ്. അപ്പോൾ പാർട്ട്ണർഷിപ്പിൽ എന്തുണ്ടാവും? there will be two or more persons. Okay, it is a relationship between two or more persons. രണ്ടോ അതിൽ കൂടുതൽ ആളുകളോ എന്തുണ്ടാവും? പാർട്ട്ണർഷിപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. who have agreed to share the profits. അവർ ഒരുമിച്ച് ബിസിനസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അവരവരുടെ പ്രോഫിറ്റ്സ് ഷെയർ ചെയ്യും. അതാണ് പാർട്ട്ണർഷിപ്പിൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പിൽ രണ്ടോ അതിൽ കൂടുതലോ ആളുകളുണ്ടാവും. ഇതിൽ മിനിമം നമ്പർ ഓഫ് ഒരു പാർട്ട്ണർഷിപ്പിൽ മിനിമം നമുക്ക് എത്ര ആളുകൾ വേണം? എത്ര ആളുകൾ പാർട്ട്നേഴ്സായിട്ട് വേണം? 2 ആളുകളെങ്കിലും വേണം. മാക്സിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് 50 ആണ്. ഓക്കെ, പിന്നെ പാർട്ട്ണർഷിപ്പിൻ്റെ അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പിന് അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്. എന്ന് വെച്ചാൽ അതെന്തല്ല, ഇറ്റ് ഈസ് നോട്ട് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. നമ്മൾ ലീഗൽ എൻറ്റിറ്റി കോൺസെപ്റ്റ്, ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ഒക്കെ അക്കൗണ്ടിങ്ങിൽ പഠിച്ചിട്ടുണ്ട്. നമുക്കറിയാം കമ്പനിയൊക്കെ എന്താണ്? സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്. അതായത് ഓണറും ബിസിനസ്സും ഒക്കെ സെപ്പറേറ്റ് ആണ്. പക്ഷേ പാർട്ട്ണർഷിപ്പ് എന്തല്ല? സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി അല്ല. വിച്ച് മീൻസ് പാർട്ട്ണർഷിപ്പിലെ പാർട്ട്നേഴ്സിനൊക്കെ എന്താണ്? അവരുടെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. ഓക്കെ, ആൻഡ് വേറൊരു പോയിന്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ മൈനറിന് എന്ത് ചെയ്യാം? നമുക്ക് ആഡ് ചെയ്യാം. എന്തിനു വേണ്ടി? പ്രോഫിറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രം. ലോസസ് എന്ത് ചെയ്യത്തില്ല? ഷെയർ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് രണ്ടോ അതിൽ കൂടുതൽ ആളുകൾ കൂടി ബിസിനസ് ചെയ്യുന്നു, അവരവർ പ്രോഫിറ്റ്സ് ഷെയർ ചെയ്യുന്നു. മിനിമം 2 പാർട്ട്ണർ വേണം, മാക്സിമം 50 പാർട്ട്നേഴ്സ് വേണം. പാർട്ട്നേഴ്സിന് അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്. ഓക്കെ, and also there is one another form of partnership which is called as limited liability partnership. Okay, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഒരു സെപ്പറേറ്റ് ടൈപ്പ് ഓഫ് പാർട്ട്ണർഷിപ്പ് തന്നെയാണ്. ഇവിടെ എന്താണ് ലിമിറ്റഡ് ലയബിലിറ്റി ഓൾസോ കോൾഡ് ആസ് LLP. അതിലെന്താണ്? പാർട്ട്നേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ് ടു ദെയർ അഗ്രീഡ് കോൺട്രിബ്യൂഷൻ. അവരുടെ കോൺട്രിബ്യൂഷൻ എത്രയാണോ അത്ര മാത്രമേ അവർക്ക് ലയബിലിറ്റി ഉള്ളൂ. അതാണ് LLPയുടെ വ്യത്യാസം. LLP എന്ന് പറയുന്നത് ടാക്സ് പേർപ്പസിന് അത് പാർട്ട്ണർഷിപ്പായിട്ടാണ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കുക. പക്ഷേ അവർക്ക് എന്ത് കിട്ടും? അവർക്കൊരു കോർപ്പറേറ്റിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടും. ഇതാണ് LLPയുടെ ഒരു ഡിഫറൻസ് മറ്റേ പാർട്ട്ണർഷിപ്പിൽ നിന്നും. ഇവിടെ മിനിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് 2. അപ്പോൾ നമ്മൾ ലീഗലി പഠിക്കുമ്പോൾ നമ്മൾ 2 ആക്റ്റായിട്ടാണ് പഠിക്കുക. പാർട്ട്ണർഷിപ്പ് ആക്ട് ആൻഡ് LLP ആക്ട് സെപ്പറേറ്റ് ആയിട്ടാണ് പഠിക്കുക. പക്ഷേ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ എല്ലാത്തിനും സെയിം ആണ്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ ഫൈനൽ അക്കൗണ്ട്സിനെ കുറിച്ചാണ്. നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് സെയിം ആസ് സോൾ പ്രൊപ്രൈറ്റർ. സോൾ പ്രൊപ്രൈറ്ററിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നമ്മൾ എന്തൊക്കെ ഉണ്ടാകും? ട്രേഡിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഓക്കെ, അതൊക്കെ ഇവിടെയും വരും. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ത് ചെയ്യും? പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട്സിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ട്രാൻസ്ഫർ ചെയ്യുക. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് പ്രോഫിറ്റ് റേഷ്യോ. ഓക്കെ, അതായത് ഏത് റേഷ്യോയിലാണ് പ്രോഫിറ്റ്സ് പാർട്ട്നേഴ്സ് തമ്മിൽ ഷെയർ ചെയ്യേണ്ടത്. ആ റേഷ്യോ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഡീഡിൽ മെൻഷൻ ചെയ്യും. എന്താണ് ഡീഡ്? എല്ലാ പാർട്ട്ണർഷിപ്പിൻ്റെയും ബിഗിനിങ്ങിൽ അവരൊരു പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രിപ്പയർ ചെയ്യും. അതൊരു എഗ്രിമെൻ്റാണ്. അവർ പാർട്ട്ണർഷിപ്പിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും? ആ ഡീഡിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. അവർ പ്രോഫിറ്റ് ഏത് റേഷ്യോയിൽ ഷെയർ ചെയ്യണം എന്നുള്ളതൊക്കെ ഡീഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഐദർ ഇറ്റ് വിൽ ബി മെൻഷൻ ഇൻ ദ ഡീഡ്. ഇനി ഡീഡിലൊന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രോഫിറ്റ്സ് ഈക്വലി ഷെയർ ചെയ്യണം. ഓക്കെ, ആൻഡ് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സിൽ എന്തൊക്കെയാണ് വരിക? ട്രേഡിംഗ് അക്കൗണ്ട് വരും, P&L അക്കൗണ്ട് വരും, P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഇതിൽ നമ്മൾ പുതുതായിട്ട് കേൾക്കുന്ന ഒരേ ഒരു പേര് P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ടാണ്. ബാക്കിയുള്ള ട്രേഡിംഗ് അക്കൗണ്ട്, P&L, ബാലൻസ് ഷീറ്റ് എന്നുള്ളതൊക്കെ നമ്മൾ സോൾ പ്രൊപ്രൈറ്ററിൻ്റെ അക്കൗണ്ട്സ് ചെയ്യുമ്പോൾ നമുക്ക് അറിയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്താണ് P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്നുള്ളത് നോക്കാം. P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് അതൊരു നോമിനൽ അക്കൗണ്ടാണ്. ജസ്റ്റ് ലൈക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെ തന്നെ ഒരു നോമിനൽ അക്കൗണ്ടാണ്. അതായത് ഇൻകംസും എക്സ്പെൻസും ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു നോമിനൽ അക്കൗണ്ടാണ് P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട്.
ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ആഫ്റ്റർ ദ P&L. പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അതെന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? ടു ഷോ ഹൗ നെറ്റ് പ്രോഫിറ്റ് ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് കിട്ടും. ആ പ്രോഫിറ്റ് പാർട്ട്നേഴ്സ് തമ്മിൽ എങ്ങനെ ഷെയർ ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടി, അതെങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്ന് ആ ഡിസ്ട്രിബ്യൂഷൻ കാണിക്കാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് എന്ത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ആ അക്കൗണ്ടിൽ എന്തെല്ലാം ഐറ്റംസ് ആണ് വരിക? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, സാലറീസ് ആൻഡ് കമ്മീഷൻസ്, ഷെയർ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഇറ്റ് ഈസ് ആൻ എക്സ്റ്റെൻഷൻ ഓഫ് P&L അക്കൗണ്ട്. ഓക്കെ, അതായത് P&L അക്കൗണ്ട് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ താഴെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് P&L അപ്രോപ്രിയേഷൻ. അപ്പോൾ നമുക്ക് P&L ചെയ്ത് നമ്മുടെ പ്രോഫിറ്റ് 10,000 ആണ് എന്ന് കിട്ടി. നമുക്ക് 3 പാർട്ട്നേഴ്സ് ഉണ്ട്, A, B ആൻഡ് C. ഓക്കെ, അപ്പോൾ ഈ 10,000 എന്ന് പറയുന്നത് എങ്ങനെ ഈ പാർട്ട്നേഴ്സ് ഈ 10,000-ൽ നിന്ന് എക്ക് എത്ര കിട്ടും, ബിക്ക് എത്ര കിട്ടും, സിക്ക് എത്ര കിട്ടും, ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കാണിക്കാൻ ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ടാണ് P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഓൾസോ എന്തുകൂടെ ഉണ്ട്, നമ്മൾ പ്രോഫിറ്റ് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ഈ പറയുന്ന ഐറ്റംസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഐറ്റംസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റ് നമ്മൾ ഈ ഐറ്റംസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യാം? പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഒരു ഫോർമാറ്റ്. ഡെബിറ്റ് സൈഡ് ഉണ്ട്, ക്രെഡിറ്റ് സൈഡ് ഉണ്ട്. എപ്പോഴും ഉള്ള പോലെ തന്നെ ഡെബിറ്റ് സൈഡിൽ എന്ത് വരും? പ്രോഫിറ്റ്സിനെ റെഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഡെബിറ്റ് സൈഡിൽ വരിക. എന്തൊക്കെയാണ്? സാലറി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ട്രാൻസ്ഫർ ടു റിസർവ്സ്, ഇതൊക്കെ ഡെബിറ്റ് സൈഡിൽ വരും. ക്രെഡിറ്റ് സൈഡിലോ പ്രോഫിറ്റിലോട്ടുള്ള അഡീഷൻസ്, അതായത് അവർക്ക് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ്സ്, ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അതർ ഗെയിൻസ്, ഫേമിന് കിട്ടുന്ന അഡീഷൻസ് ഒക്കെ എന്ത് ചെയ്യും? പ്രോഫിറ്റിനെ ഇൻക്രീസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ക്രെഡിറ്റ് സൈഡിൽ വരും. ഇതാണ് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ്. നമ്മൾ ഇതിനെക്കുറിച്ചുള്ള പ്രോബ്ലംസ്, നമ്മൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഇവിടെ നമ്മൾ ഒരുപാട് ഐറ്റംസ് കണ്ടു, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. പാർട്ട്നേഴ്സ് അവരുടെ ഫേമിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റലിന് ഒരു റിവാർഡ് തിരിച്ച് നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ് പാർട്ട്നേഴ്സിന്. ഓക്കെ, അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റലിന് തിരിച്ച് അങ്ങോട്ട് അവർക്ക് ചെറിയൊരു റിവാർഡ് കൊടുക്കുകയാണ്. അതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഓക്കെ, അതെന്ത് ചെയ്തിട്ടുണ്ടാകും? ഇറ്റ് വിൽ ബി മെൻഷൻഡ് ഇൻ ദ ഡീഡ്. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണം, എന്നാൽ മാത്രം നമ്മൾ കൊടുത്താൽ മതി. ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ഓൺലി ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ്. എന്താണ്? ഫേമിന് പ്രോഫിറ്റ്സ് ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മൾ എന്ത് കൊടുക്കണ്ടുള്ളൂ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണ്ടുള്ളൂ. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഫേമിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അതൊരു എക്സ്പെൻസ് ആണ്. ഫേം പാർട്ട്നേഴ്സിന് കൊടുക്കുകയാണ്, അപ്പോൾ ഫേമിന് അതൊരു എക്സ്പെൻസ് ആണ്. അപ്പോൾ നമ്മളതിനെ ഡെബിറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ജേണൽ എൻട്രി എങ്ങനെയാണ് വരിക? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ഇവിടെ ഞാൻ എക്സാമ്പിളായിട്ട് എ എന്ന് കൊടുത്തതാണ്. എ ആണ് പാർട്ട്ണർ എങ്കിൽ എസ് ക്യാപിറ്റൽ, ബി ആണ് പാർട്ട്ണർ എങ്കിൽ ബീസ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഫേമിൻ്റെ ഒരു എക്സ്പെൻസ് ആണ്. അതിൻ്റെ കൂടെ എന്ത് ചെയ്യും? പാർട്ട്ണറിൻ്റെ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യും, പാർട്ട്ണർ എമൗണ്ട് റിസീവ് ചെയ്യല്ലേ. അപ്പോൾ നമ്മുടെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്നാണ് വരിക. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഫോർ ദ റെലവൻറ്റ് പീരീഡ്. ഓക്കെ, നമ്മൾ ആ ക്യാപിറ്റൽ നമ്മൾ ബിസിനസ്സിൽ എത്ര നാൾ നിൽക്കുന്നുണ്ടോ ആ റെലവൻറ്റ് പീരീഡിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? എപ്പോഴും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് ഫസ്റ്റ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനുള്ള ജേണൽ എൻട്രി പഠിച്ചു. ഇനി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്യും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിലോട്ട് അത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ജേണൽ എൻട്രി വരിക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇതാണ് ജേണൽ എൻട്രി വരിക. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഐറ്റമാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഓക്കെ, ഫേം ചാർജസ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഫ്രം ദ പാർട്ട്ണർ. അതായത് ഡ്രോയിങ്സ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം, ഒരു പാർട്ട്ണർ അവരുടെ ബിസിനസ്സിൽ നിന്ന് അവരുടെ പേഴ്സണൽ യൂസിന് വേണ്ടി വിഡ്രോ ചെയ്യുന്ന ക്യാഷാണ് എന്ത്? ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അങ്ങനെ പാർട്ട്ണർ വിഡ്രോ ചെയ്യുന്ന ഡ്രോയിങ്സിന് ഫേം ഒരു ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. അതായത് പാർട്ട്ണർ ഫേമിന് ഇൻട്രസ്റ്റ് കൊടുക്കണം. ഓക്കെ, അതാണ് എന്ത്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അത് ഫേമിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഒരു ഇൻകമാണ്. ഓക്കെ, അപ്പോൾ ജേണൽ എൻട്രി എങ്ങനെയാണ് വരിക? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇൻകം ആണ് അല്ലേ? ഇൻകം ആണ്. അപ്പോൾ നമ്മൾ ഇൻകം ഇൻക്രീസ് ചെയ്തു, അപ്പോൾ നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്തു. പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്നുള്ളതാണ് നമ്മുടെ ജേണൽ എൻട്രി വരിക. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഫ്രം ദ ഡേറ്റ് മണി ഈസ് ടേക്കൺ ടിൽ ദ എൻഡ് ഓഫ് ദി ഇയർ.
ഒരു വർഷത്തിൽ എന്നാണോ ക്യാഷ് ബിസിനസ്സിൽ നിന്ന് പാർട്ട്ണർ എടുത്തത് ആ ഡേറ്റ് മുതൽ ആ ഇയർ എൻഡ് വരെയുള്ള ഡേറ്റിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി ക്വസ്റ്റ്യനിൽ ഡേറ്റ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 6 മന്ത്സിനാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിലൂടെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ജേർണൽ എൻട്രി എന്താവും, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ഫേമിൻ്റെ ഇൻകമാണ്. അപ്പോൾ ഫേമിൻ്റെ പ്രോഫിറ്റ്സ് എപ്പോഴും അതൊരു അഡീഷനാണ് ഫേമിൻ്റെ പ്രോഫിറ്റിലോട്ട്. സോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇനി അടുത്ത ഐറ്റം എന്ന് പറയുന്നത് പാർട്ട്നേഴ്സ് സാലറി ഓർ കമ്മീഷൻ. ഓക്കെ, ഇഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ് അലൗസ് പാർട്ട്നേഴ്സ് മേ റിസീവ് ഫിക്സ്ഡ് സാലറി ഓർ കമ്മീഷൻ ഫോർ വർക്കിംഗ് ആക്റ്റീവ്ലി ഇൻ ദ ഫേം. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ട്നേഴ്സിന് എന്ത് കിട്ടും, ഫിക്സ്ഡ് സാലറി ഓർ കമ്മീഷൻ കിട്ടും. ഓക്കെ, അതെന്താണ്, നമ്മുടെ പ്രോഫിറ്റിൻ്റെ ഒരു അപ്രോപ്രിയേഷനാണ്. അതായത് നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് കുറച്ച് ഭാഗം നമ്മൾ സാലറി ആയിട്ട് കൊടുക്കുകയാണ് പാർട്ട്നേഴ്സിന്. ആഫ്റ്റർ അഡ്ജസ്റ്റിംഗ് ഓൾ ദ എബവ് ഐറ്റംസ്, അതായത് നമ്മൾ പറഞ്ഞ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും സാലറിയും കമ്മീഷനും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ബാക്കിയുള്ള പ്രോഫിറ്റ്സ് എന്ത് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും ആസ് പെർ ദ അഗ്രീഡ് റേഷ്യോ. ഓക്കെ, ഇനി ഒരു ഐറ്റം കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ബാക്കിയുണ്ട്, അതാണ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ. ഈ പാർട്ട്ണർ ഫേമിന് ലോണ് കൊടുക്കുക. ഓക്കെ, അതായത് ഫേമിലെ ഒരു പാർട്ട്ണർ ഫേമിന് ലോണ് കൊടുക്കുക. അതിന് ആ ലോണിൻ്റെ മേലെ ഫേം പാർട്ട്ണർക്ക് പേ ചെയ്യുന്ന ഇൻട്രസ്റ്റാണ് ഈ ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറയുന്നത്. അതെന്താണ്, അപ് ടു 6% ഈസ് അലൗഡ് ആസ് പെർ പാർട്ട്ണർഷിപ്പ് ആക്ട്. അതായത് ഒരു പാർട്ട്ണർ ഫേമിന് ലോണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് അപ് ടു 6% വരെ പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരം അലൗഡ് ആണ്. ഇറ്റ് ഈസ് ആൻ എക്സ്പെൻസ് ആണ്, ഫേമിന് എപ്പോഴും അതെന്താണ്, ഒരു എക്സ്പെൻസ് ആണ്. ഇറ്റ് ഈസ് നോട്ട് ആൻ അപ്രോപ്രിയേഷൻ. സോ നമ്മൾ എന്താണ്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ നമ്മൾ എപ്പോഴും എന്താണ് ചെയ്യുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന തിയറി. ബാക്കി കോൺസെപ്റ്റൊക്കെ നമ്മൾ ഇനി നെക്സ്റ്റ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇന്ന് പഠിച്ചത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, എന്താണ് പാർട്ട്ണർഷിപ്പിലെ ഫൈനൽ അക്കൗണ്ട്സിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആവും, അതിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്താണെന്ന് പഠിച്ചു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ വരുന്ന ഓരോ ഐറ്റംസും, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്, സാലറി എന്താണ്, അതെങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതും നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത്രയും കോൺസെപ്റ്റ്സാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി കോൺസെപ്റ്റ്സ് ആൻഡ് ഇതുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ. സോ താങ്ക് യു ഫോർ വാച്ചിങ്.